നാവിക ഉടമ്പടി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പേഴ്സി ഫെൽസ് എന്ന ഒരു വിദ്യാർത്ഥിയുമായി ഞാൻ മൈത്രിയിലായിരുന്നു. അയാൾ എന്നെക്കാൾ 2 ക്ലാസ് മുകളിലാണ് പഠിച്ചിരുന്നത്. അതിസമർത്ഥനായ ആ കുട്ടി പിന്നീട് സ്കോളർഷിപ്പോടുകൂടി കേംബ്രിഡ്ജിൽ ഉപരിപഠനത്തിന് പോയി. ഞങ്ങൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ അയാളുടെ അമ്മാവൻ യാഥാസ്ഥിതിക കക്ഷിയിലെ പ്രമുഖ നേതാവായ ഹോഡേഴ്സ് പ്രഭുവാണെന്ന് അറിഞ്ഞിരുന്നു. സ്വന്തം കാലം നിൽക്കാറായപ്പോൾ അയാൾ വിദേശകാര്യ വകുപ്പിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി തീർന്നെന്ന് ഞാൻ അറിഞ്ഞു. പിന്നീട് എൻ്റെ മനസ്സിൽ നിന്നും ആ സ്മരണ മാഞ്ഞുപോയി. ഇന്ന് രാവിലെ ഈ കത്ത് കിട്ടിയപ്പോഴാണ് വീണ്ടും ഞാൻ അയാളെക്കുറിച്ച് ഓർത്തത്. പ്രയാർ ബ്രൈ, വോക്കിംഗ്. എൻ്റെ പ്രിയപ്പെട്ട വാട്സൺ, നിങ്ങൾ 3ാം പൂർത്തിൽ പഠിച്ചിരുന്നപ്പോൾ 5ലെ വിദ്യാർത്ഥിയായിരുന്ന ഫെൽസിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. എൻ്റെ അമ്മാവൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വിദേശകാര്യ വകുപ്പിൽ ഒരു നല്ല ഉദ്യോഗം നേടിയെടുത്ത കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കും. ആ ഉന്നത പദവിയിലിരിക്കെ ഒരു ഘോര വിപത്ത് സംഭവിച്ചിരിക്കുന്നു. ആ ഭയങ്കര സംഭവത്തിൻ്റെ വിശദവിവരം എഴുതുന്നത് കൊണ്ട് പ്രയോജനമില്ല. എൻ്റെ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം അതെല്ലാം ഞാൻ നേരിട്ട് പറയണമല്ലോ. 9 ആഴ്ചക്കാലം മസ്തിഷ്ക ജ്വരം പിടിപെട്ട് കിടന്ന ഞാൻ രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റതേയുള്ളൂ. ഇപ്പോഴും ആരോഗ്യം വീണ്ടു കിട്ടിയിട്ടില്ല. നിങ്ങളുടെ സുഹൃത്ത് മിസ്റ്റർ ഷെർലക് ഹോംസിനെ എൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ കേസിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിവതും വേഗം അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരൂ. ഭീതിതമായ ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത്. എഴുതാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് ഈ കത്ത് പറഞ്ഞ് കൊടുത്തെഴുതിയിരിക്കുന്നതാണ്. ദയവായി അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരൂ. നിങ്ങളുടെ പഴയ സഹപാഠി പേഴ്സി ഫെൽസ്. ഈ കത്ത് വായിച്ചപ്പോൾ എന്നെ പ്രത്യേകം സ്പർശിച്ചത് ഹോംസിനെ കൊണ്ടുചെല്ലണമെന്ന ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയാണ്. ഈ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ഒട്ടും കാലതാമസം പാടില്ല എന്ന കാര്യത്തിൽ എൻ്റെ ഭാര്യയും എന്നോട് യോജിച്ചു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ബേക്കർ സ്ട്രീറ്റിലെ പഴയ താവളത്തിലെത്തി. ഒരു ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് മേശയ്ക്ക് മുമ്പിൽ ഏതോ രാസപരീക്ഷണത്തിൽ വ്യാപൃതനായിരുന്നു ഹോംസ്. ഞാൻ കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് മടക്കി തന്നുകൊണ്ട് പറഞ്ഞു, അപൂർവമായ സ്വഭാവ വിശേഷണങ്ങളുള്ള ഒരു സ്ത്രീയുടെ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കക്ഷി പ്രത്യേകതയുള്ള ഒരു വ്യക്തിയുമായി അടുപ്പത്തിലാണെന്നത് അറിയുന്നത് പ്രധാന കാര്യമാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കുടനെ വോക്കിങ്ങിലേക്ക് പോകാം. ഈ രാജ്യതന്ത്രജ്ഞനെയും അയാൾ പറഞ്ഞുകൊടുത്ത് കത്തെഴുതിക്കുന്ന സ്ത്രീയെയും കാണാം. വാട്ടർലൂ സ്റ്റേഷനിൽ തീവണ്ടിക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല. 1 മണിക്കൂറിനുള്ളിൽ വോക്കിങ്ങിലെ ദേവദാരു വൃക്ഷങ്ങൾ ഞങ്ങളെ എതിരേറ്റു. സ്റ്റേഷനിൽ നിന്നും ഏതാനും മിനിറ്റ് നടന്നപ്പോൾ വിശാലമായ പറമ്പിൽ ഒറ്റപ്പെട്ടു നിന്ന ബ്രയാർ ബ്രേ എന്ന മാളികയിലെത്തി. മോടി അലങ്കരിച്ച സന്ദർശന മുറിയിലേക്ക് ഞങ്ങൾ ആനയിക്കപ്പെട്ടു. തടിച്ച ഒരാൾ ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങളുടെ കൈകളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രാവിലെ മുതൽ പേഴ്സി നിങ്ങളെപ്പറ്റി അന്വേഷിക്കുകയാണ്. പാവം, ഏത് വൈകൽത്തുരുമ്പിലും കയറിപ്പിടിക്കുന്ന അവസ്ഥയാണിപ്പോൾ. നിങ്ങൾക്ക് വിവരങ്ങളും ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ഹോംസ് പ്രതിവചിച്ചു. എൻ്റെ പേര് ജോസഫ് ഹാരിസൺ എന്നാണ്. എൻ്റെ സഹോദരി ആനിയെയാണ് പേഴ്സി വിവാഹം കഴിക്കുന്നത്. അവൾ അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ട്. കഴിഞ്ഞ 2 മാസക്കാലം അവളാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു വന്നത്. നമുക്കുടൻ തന്നെ അങ്ങോട്ട് പോകാം. വീടിൻ്റെ അതേ നിലയിൽ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് ഞങ്ങൾ ആനയിക്കപ്പെട്ടു. അതിലെ ഓരോ മൂലയും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവിടെ ഒരു സോഫയിൽ മെലിഞ്ഞു വിളറിയ ഒരു യുവാവ് കിടന്നിരുന്നു. സമീപത്തിരുന്ന യുവതി ഞങ്ങളെ കൊണ്ട് എണീറ്റു നിന്നു. സുഖമാണോ വാട്സൺ? അയാൾ സസ്നേഹം ചോദിച്ചു. ഇതല്ലേ നിങ്ങളുടെ പ്രഖ്യാത സുഹൃത്ത് മിസ്റ്റർ ഷെർലക് ഹോംസ്? ഞാൻ ചുരുക്കം ചില വാക്കുകളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. ഞങ്ങളിരുന്നു. ആ തടിച്ച ചെറുപ്പക്കാരൻ പോയി. യുവതി രോഗിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. പൊക്കം കുറഞ്ഞ് അല്പം തടിച്ച അവർക്ക് വശ്യമായ മുഖക്കാന്തി ഉണ്ടായിരുന്നു.
സോഫയിൽ നിവർന്നിരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു, മുഖവര കൂടാതെ കാര്യത്തിലേക്ക് കടക്കാം. മിസ്റ്റർ ഹോംസ്, അടുത്ത് വിവാഹിതനാകാൻ പോകുന്ന എൻ്റെ ജീവിതം സന്തോഷപൂർവ്വവും വിജയകരവുമായിരുന്നു. വളരെ പെട്ടെന്നാണ് ക്രൂരമായ ദുർവിധി എൻ്റെ ഭാവി നശിപ്പിച്ചു കളഞ്ഞത്. ഞാൻ വിദേശകാര്യ വകുപ്പിലായിരുന്നെന്ന് വാട്സൺ പറഞ്ഞിരിക്കുമല്ലോ. എൻ്റെ അമ്മാവൻ ഹോഡേഴ്സ് പ്രഭുവിൻ്റെ സഹായം കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഞാൻ ഉയർന്നത്. അമ്മാവൻ വിദേശകാര്യ മന്ത്രിയായപ്പോൾ പ്രധാനപ്പെട്ട പല ദൗത്യവും എന്നെ ഏൽപ്പിച്ചു. അവയെല്ലാം വിജയകരമായി നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞു. 10 ആഴ്ചയ്ക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ മെയ് 23 അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിലേക്ക് എന്നെ വിളിപ്പിച്ചു. പുതിയൊരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കാൻ പോകുന്നതായി പറഞ്ഞു. മേശവലിപ്പിൽ നിന്നും ചാരനിറത്തിലുള്ള ഒരു കടലാസ് ചുരുൾ പുറത്തെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലണ്ടും ഇറ്റലിയും തമ്മിലുള്ള രഹസ്യ ഉടമ്പടിയുടെ ഒറിജിനലാണ് ഇത്. ഇതിനെക്കുറിച്ച് ചില ഉപഭോഗങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ പത്രങ്ങളിൽ വന്നു കാണുന്നു. ഇതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ ഫ്രഞ്ച് റഷ്യൻ എംബസികൾ എത്ര പണം വേണമെങ്കിലും ചിലവാക്കും. ഇതിൻ്റെ ഒരു പകർപ്പ് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ മേശയിൽ നിന്ന് പുറത്തെടുക്കുന്നത് തന്നെ. നിങ്ങളുടെ മുറിയിൽ അലമാരയുണ്ടല്ലോ? ഉണ്ട് സാർ, ഞാൻ പറഞ്ഞു. എന്നാലിത് പൂട്ടിവെക്കൂ. വൈകുന്നേരം എല്ലാവരും പോയി കഴിഞ്ഞിട്ടേ പുറത്തെടുക്കാവൂ. ഇതിൻ്റെ ഒരു പകർപ്പെടുത്തിട്ട് ഒറിജിനലും ഒന്നിച്ച് പൂട്ടി വെച്ചേക്കുക. നാളെ രാവിലെ നേരിട്ട് എൻ്റെ കയ്യിൽ തരണം. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു. ഓഫീസിൽ നിന്ന് ഗുമസ്തരെല്ലാം പോകുന്നത് വരെ ഞാൻ കാത്തിരുന്നു. എൻ്റെ മുറിയിൽ തന്നെയുള്ള ഒരാൾ, ചാൾസ് ഗോറോഡ്, കുടിശ്ശിക ജോലി തീർക്കാനുണ്ടായിരുന്നതിനാൽ കുറേ നേരം കൂടി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അയാളിരിക്കെ ഞാൻ പുറത്ത് അത്താഴം കഴിക്കാൻ പോയി. മടങ്ങി വന്നപ്പോൾ അയാൾ പോയിരുന്നു. ജോലി തീർക്കാൻ എനിക്ക് ധൃതിയുണ്ടായിരുന്നു. ഉടമ്പടി നോക്കിയപ്പോൾ അമ്മാവൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ലെന്ന് മനസ്സിലായി. അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു അതിലെ ഉള്ളടക്കം. ഞാൻ മേശയ്ക്ക് മുന്നിലിരുന്ന് അതിൻ്റെ പകർപ്പെടുത്തു തുടങ്ങി. ഫ്രഞ്ച് ഭാഷയിൽ എഴുതപ്പെട്ടിരുന്ന ആ ദീർഘമായ പ്രമാണത്തിന് 26 വകുപ്പുകളുണ്ടായിരുന്നു. അതിശീഘ്രം ജോലി ചെയ്തെങ്കിലും 9 മണിക്ക് 9 വകുപ്പുകൾ മാത്രമേ തീർന്നിരുന്നുള്ളൂ. തീവണ്ടിയിൽ പോകുന്ന കാര്യം നടപ്പില്ല. പകലത്തെ ജോലിയുടെ ക്ഷീണം കൊണ്ട് ഞാൻ തളർന്നിരുന്നു. അത്താഴത്തിൻ്റെ കനം കൂടിയായപ്പോൾ കണ്ണുകൾ അടങ്ങി തുടങ്ങി. ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ ഉന്മേഷം വീണ്ടെടുക്കാമെന്ന് എനിക്ക് തോന്നി. ഒരു വാച്ച്മാൻ കോണിപ്പടിയുടെ ചുവട്ടിലെ മുറിയിൽ രാത്രി മുഴുവൻ ഉണ്ടായിരിക്കും. അയാളെ വിളിക്കാൻ ഞാൻ ബെല്ലടിച്ചു. പക്ഷെ വന്നത് ഒരു സ്ത്രീയായിരുന്നു. ഓവർകോട്ട് ധരിച്ച പരുക്കൻ മുഖമുള്ള ഒരു തടിച്ച സ്ത്രീ. വാച്ച്മാൻ്റെ ഭാര്യയാണെന്നും ഓഫീസിലെ കൂലിപ്പണിക്കാരിയാണെന്നും അവർ എന്നെ ധരിപ്പിച്ചു. കാപ്പി കൊണ്ടുവരാൻ ഞാൻ അവരോട് പറഞ്ഞു. 2 വകുപ്പുകൾ കൂടി ഞാൻ എഴുതി തീർത്തു. ഉറക്കം കലശലമായി ആക്രമിച്ചു തുടങ്ങി. കാപ്പി എത്തിയില്ല. എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ കതക് തുറന്ന് ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. ഞാൻ ജോലി ചെയ്തിരുന്ന മുറിയിൽ നിന്ന് ആരംഭിച്ച് നേരെ മുന്നിലോട്ട് നീണ്ടു നിന്നിരുന്ന ആ ഇടനാഴിയിൽ മങ്ങിയ പ്രകാശമേ ഉണ്ടായിരുന്നുള്ളൂ. വരാന്തയുടെ അവസാനം ഒരു കോണിപ്പടിയാണ്. പടിയുടെ ചുവട്ടിലാണ് വാച്ച്മാൻ്റെ മുറി. കോണിപ്പടിയുടെ മധ്യത്തിൽ മറ്റൊരു വഴി വന്നു ചേരുന്നുണ്ട്. ഇവിടെ ഒരു തിണ്ണയുമുണ്ട്. ഈ രണ്ടാമത്തെ വഴിയിലൂടെ മറ്റൊരു കോണിപ്പടി കയറിയാൽ ഒരു വാതിൽ കാണാം. ഭൃത്യന്മാരും ചാൾസ് സ്ട്രീറ്റിൽ നിന്ന് വരുന്ന ഗുമസ്തന്മാരും ഈ വാതിൽ ഉപയോഗിക്കുന്നു. പടികളിറങ്ങി വാച്ച്മാൻ്റെ മുറിയിൽ ഞാൻ ചെന്നപ്പോൾ അയാൾ കൂർക്കം വലിച്ചുറങ്ങുന്നതാണ് ഞാൻ കണ്ടത്. പാത്രത്തിൽ വെള്ളം തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ സ്റ്റൗ അണച്ചു. ഉറങ്ങുന്നയാളെ തട്ടി ഉണർത്താൻ ഒരുങ്ങുന്ന ആ സമയം അയാളുടെ തലയ്ക്ക് മുകളിൽ ബെല്ലടിച്ചു. സർ, അയാൾ പരിഭ്രമിച്ചു. കാപ്പി തയ്യാറായോ എന്ന് നോക്കാൻ വന്നതാണ്. വെള്ളം തിളയ്ക്കുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. എന്നെയും അപ്പോഴും വിറയിൽ മാറിയിട്ടില്ലാത്ത ബെല്ലിനെയും നോക്കി അയാൾ ചോദിച്ചു, താങ്കൾ ഇവിടെ നിൽക്കുമ്പോൾ ബെല്ലടിച്ചത് ആരാണ്? ബെല്ലോ? ഏത് ബെല്ലാണിത്? താങ്കളുടെ മുറിയിൽ നിന്നുള്ളത് തന്നെ. ഒരു തണുത്ത കരം എൻ്റെ ഹൃദയത്തെ പിടിച്ചമർത്തുന്നതായി എനിക്ക് തോന്നി. എൻ്റെ മുറിയിൽ ആരോ പ്രവേശിച്ചിരിക്കുന്നു. ഉടമ്പടി മേശപ്പുറത്തിരിക്കുകയാണ്. കോണിപ്പടി കയറി വരാന്തയിലൂടെ ഞാൻ ഓടിച്ചെന്നു. വരാന്തയിൽ ആരും ഉണ്ടായിരുന്നില്ല. മുറിയിൽ എല്ലാ വസ്തുക്കളും യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു, ഉടമ്പടി ഒഴികെ. എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഉടമ്പടി മേശപ്പുറത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു.
എഴുതിക്കൊണ്ടിരുന്ന പകർപ്പ് മാത്രം അവിടെയുണ്ട്. ഹോംസ് കസേരയിൽ നിവർന്നിരുന്ന് കൈകൾ കൂട്ടിത്തിരുമ്മി. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു? അദ്ദേഹം ചോദിച്ചു. മഷത്തുള്ള വാതിൽ കൂടിയായിരിക്കും കള്ളം പ്രവേശിച്ചത്. അല്ലെങ്കിൽ ഞാൻ കാണുമായിരുന്നു. എൻ്റെ വിളറിയ മുഖം കണ്ട് എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയ വാച്ച്മാൻ എന്നോടൊപ്പം മുകളിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും വശത്തെ വാതിൽ കൂടി കോണിപ്പടിയിലേക്ക് ഇറങ്ങി ചാൾസ് സ്ട്രീറ്റിലെത്തി. വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു, ചാരിയിട്ടേയുള്ളൂ. ഞാൻ പുറത്തിറങ്ങുന്ന അവസരത്തിൽ അവിടത്തെവിടെയോ ക്ലോക്കിൽ 3 പ്രാവശ്യം മണിയടിക്കുന്ന ശബ്ദം കേട്ടതായി ഞാൻ ഓർക്കുന്നു. മണി 9:45 ഇത് വളരെ പ്രധാനമാണ്, ഹോംസ് അഭിപ്രായപ്പെട്ടു. അതൊരു ഇരുണ്ട രാത്രിയായിരുന്നു. മഴ ചാറിക്കൊണ്ടിരുന്നു. ചാൾസ് സ്ട്രീറ്റ് വിജനമായിരുന്നുവെങ്കിലും അതിൻ്റെ അറ്റത്ത് വൈറ്റ് ഹാളിൽ പതിവ് പോലെ തിരക്കുണ്ട്. നടപ്പാതയിലൂടെ മഴ നനങ്ങി കിതച്ചുകൊണ്ട് ഞങ്ങൾ ഓടി. അവിടെ ഒരു പോലീസുകാരൻ നിന്നിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, ഒരു മോഷണം നടന്നിരിക്കുന്നു. വിദേശകാര്യ വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട രേഖ കളവ് പോയി. ഇതിലെ ആരെങ്കിലും പോയോ? ഒരു 1/4 മണിക്കൂർ നേരമായി ഞാനിവിടെ നിൽക്കുകയാണ്, അയാൾ പറഞ്ഞു. അതിനിടയ്ക്ക് ഒരാൾ മാത്രമേ ഇതിലെ കടന്നു പോയിട്ടുള്ളൂ. പ്രായം ചെയ്യുന്ന ഉയരമുള്ള ഒരു സ്ത്രീ. അവർ ഒരു മഞ്ഞ ഷാൾ പുതച്ചിരുന്നു. അതെൻ്റെ ഭാര്യയാണ്, വാച്ച്മാൻ പറഞ്ഞു. വേറെ ആരെയും കണ്ടില്ലേ? ഇല്ല, ആരെയും കണ്ടില്ല. എങ്കിൽ കള്ളൻ വേറെ വഴി പോയിരിക്കും, വാച്ച്മാൻ എൻ്റെ കുപ്പായത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സമാധാനമായില്ല. അയാളുടെ ധൃതി എന്നെ കൂടുതൽ സംശയാലുവാക്കി. ഏതു വഴിയെയാണ് ആ സ്ത്രീ പോയത്? ഞാൻ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ സാർ. അവരുടെ കയ്യിൽ പാസുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവരൽപ്പം ധൃതിയിലാണെന്ന് തോന്നി. അവർ പോയിട്ട് എത്ര സമയമായി? ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. സാർ, താങ്കൾ വെറുതെ സമയം കളയുന്നു. ഓരോ മിനിറ്റും വിലയേറിയതാണ്, വാച്ച്മാൻ പറഞ്ഞു. വേഗം നമുക്ക് തെരുവിൻ്റെ മറ്റേ അറ്റത്ത് പോയി നോക്കാം. അത് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടോടി. അടുത്ത നിമിഷം ഞാൻ പിറകെ പാങ്ങി അയാളുടെ കുപ്പായത്തിൽ കടന്നു പിടിച്ചു. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു. 16 ഐവി സ്ട്രീറ്റ്, ബ്രിക്സ്റ്റൺ. ദയവ് ചെയ്ത് അന്വേഷണം തെറ്റായ വഴിയാക്കരുതേ. വരൂ, നമുക്ക് അങ്ങോട്ട് പോയി വല്ല വിവരവും കിട്ടുമോ എന്ന് അന്വേഷിക്കാം. പോലീസുകാരനെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ജംഗ്ഷനിലെത്തി. മഴയത്ത് തിരക്കിട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ ആരെല്ലാം കടന്നു പോകുന്നെന്ന് ആരോട് ചോദിക്കാനാണ്? ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ വന്ന് വരാന്തയിലും കോണിപ്പടിയിലുമൊക്കെ പരിശോധിച്ചു. ഫലമുണ്ടായില്ല. പിന്നെ നിങ്ങളെന്ത് ചെയ്തു? ഞങ്ങൾ മുറിക്കകം പരിശോധിച്ചു. അവിടെ രഹസ്യവാതിലുകളൊന്നുമില്ല. ജനാലകൾ വെളിയിൽ നിലത്തുനിന്ന് 30 അടി ഉയരത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അവയെല്ലാം തന്നെ അകത്തുനിന്ന് അടച്ചു പൂട്ടിയിരുന്നു. നിലത്ത് പരവതാനിയുണ്ട്. രഹസ്യമാർഗങ്ങളൊന്നുമില്ല. തട്ട് സാധാരണ രീതിയിൽ വെള്ളയടിച്ചതാണ്. കടലാസുകൾ മോഷ്ടിച്ചത് ആരായാലും വാതിൽ കൂടി മാത്രമേ അകത്ത് കടന്നിരിക്കാൻ ഇടയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. പുകക്കുഴലില്ലേ? ഇല്ല, സ്റ്റൗവാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മേശയുടെ വലതുവശത്താണ് മണിയടിക്കാനുള്ള ചരട് തൂങ്ങിക്കിടന്നിരുന്നത്. മേശയുടെ അടുത്ത് പോയാലേ മണിയടിക്കാൻ പറ്റൂ. പക്ഷെ എന്തിനാണ് കള്ളൻ മണിയടിച്ചത്? അതാണ് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം. എത്ര ശ്രമിച്ചിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. സംശയകരമായ ഒരേ ഒരു കാര്യം, വാച്ച്മാൻ്റെ ഭാര്യ മിസ്സിസ് ടാങ്കെ എന്നാണ് പേര്, ധൃതിപ്പെട്ട് ഓടിപ്പോയി എന്നത് മാത്രമാണ്. അവർ പതിവായി ആ സമയത്താണ് വീട്ടിൽ പോകാറുള്ളതെന്നാണ് അയാളുടെ സമാധാനം. ആ സ്ത്രീയുടെ കയ്യിൽ തന്നെ കടലാസ് ഉണ്ടായിരിക്കുമെന്നും അവരത് കൈമാറുന്നതിന് മുമ്പ് പിടികൂടണമെന്നും ഞാനും പോലീസുകാരൻ തീരുമാനിച്ചു. ഇതിനിടെ വിവരം സ്കോട്ട്ലൻഡ് യാർഡിൽ അറിഞ്ഞു. ഡിറ്റക്റ്റീവ് മിസ്റ്റർ ഫോർബസ് ഉടനെ എത്തി ഉഷാറായി അന്വേഷണം ആരംഭിച്ചു. ഒരു കുതിരവണ്ടി പിടിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വാച്ച്മാൻ തന്ന മേൽവിലാസം കണ്ടെത്തി. ഒരു യുവതി വാതിൽ നിന്നു. മിസ്സിസ് ടാങ്കയുടെ മൂത്ത മകളായിരുന്നു അത്. അമ്മ വന്നിട്ടില്ലെന്ന് അവൾ പറഞ്ഞു. മുൻപിലത്തെ ഒരു മുറിയിൽ ഞങ്ങൾ കാത്തിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ മുട്ട് കേട്ടു. ആ പെൺകുട്ടിയോടാണ് തുറക്കാൻ പറഞ്ഞത്. വാതിൽക്കൽ നിന്ന് അമ്മയെ കാണാൻ 2 പേർ വന്നിരിക്കുന്നു എന്നവൾ പറഞ്ഞതും
അടുത്ത ക്ഷണത്തിൽ ആരോ ഉള്ളിലേക്ക് ഓടുന്ന ശബ്ദവും ഞങ്ങൾ കേട്ടു. വാതിൽ തുറന്ന് ഫോർബസും ഞാനും അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. ആശ്രയ് ഞങ്ങളെ തുറച്ചു നോക്കി. എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് അത്ഭുതം പ്രകടമായി. ഇത് നമ്മുടെ ഓഫീസിലെ മിസ്റ്റർ ഫെൽപ്സ് അല്ലേ? അവർ പറഞ്ഞു. വേറെ ആരെന്നുദ്ദേശിച്ചാണ് ഒളിച്ചോടാൻ തുടങ്ങിയത്? എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു. ആ വ്യാപാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, അവർ പറഞ്ഞു. ഞങ്ങൾ അയാളുമായി അല്പം പിശകിയിരിക്കുകയാണ്. അത് ശരിയായ സമാധാനമല്ല, ഫോർബസ് പറഞ്ഞു. ഓഫീസിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു രേഖ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് മറച്ചുവെക്കാനാണ് ഇങ്ങോട്ടോടിയത്. പരിശോധിക്കണം. സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് വരൂ. അവർ എതിർത്തിട്ടും പ്രതിഷേധിച്ചിട്ടും ഫലമുണ്ടായില്ല. ഒരു കുതിരവണ്ടിയിൽ ഞങ്ങൾ 3 പേരും സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് തിരിച്ചു. അതിനു മുമ്പ് അവരുടെ അടുക്കളയും അടുപ്പുമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പേപ്പർ ഒളിച്ചു വെച്ചതിൻ്റെയോ കത്തിച്ചു കളഞ്ഞതിൻ്റെയോ ലക്ഷണം ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. സ്കോട്ട്ലൻഡ് യാർഡിൽ വനിതാ പോലീസുകാർ ദേഹപരിശോധന നടത്തിയപ്പോൾ പുറത്ത് ഞാൻ ഉത്കണ്ഠയോടെ കാത്തിരുന്നു. പരിശോധന വിഫലമായതേയുള്ളൂ. ഇപ്പോൾ ആദ്യമായി ദുരവസ്ഥയുടെ ഭീകരരൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഉടമ്പടി കിട്ടുമെന്നുറച്ചതിനാൽ അത് നഷ്ടപ്പെട്ടാൽ എന്തു എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ആയപ്പോൾ എനിക്ക് സംഗതിയുടെ ഗൗരവം ബോധ്യമായി. എൻ്റെ അമ്മാവനെയും മന്ത്രിസഭയിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനെയും കുറിച്ച് ഞാൻ ഓർത്തു. ഞാൻ നിമിത്തം എനിക്കും അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും ഉണ്ടാകാവുന്ന അപകീർത്തിയെക്കുറിച്ച് ഞാൻ ഓർത്തു. വിദേശകാര്യ വകുപ്പിൽ നയതന്ത്ര വിഭാഗത്തിൽ വരുന്ന വീഴ്ചകൾക്ക് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. ഞാൻ തകർന്നുപോയി. ലജ്ജാകരമായ നിരാശപൂർണമായ തകർച്ച. പിന്നെ ഞാനെന്ത് ചെയ്തുവെന്ന് എനിക്ക് ഓർമ്മയില്ല. വല്ലാത്ത രംഗം സൃഷ്ടിച്ചിരിക്കണം. എൻ്റെ ചുറ്റും കുറേ ഉദ്യോഗസ്ഥന്മാർ നിന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ നേരിയ ഒരു ഓർമ്മ മാത്രമുണ്ട്. വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ഭ്രാന്തനെ പോലെ ആയിരുന്നു. അർദ്ധരാത്രി വീട്ടുകാരെ വിളിച്ചുണർത്തി. എന്നെ ആ നിലയിൽ കണ്ടപ്പോഴുള്ള അവരുടെ വിഷമം ഊഹിക്കാമല്ലോ. അമ്മയുടെയും പാവം ആനിയുടെയും ഹൃദയം തകർന്നു. ഞാൻ വളരെ കാലം രോഗശയിൽ കഴിയുമെന്ന് അവരുറച്ചു. ഈ ബെഡ്റൂമിൽ എന്നെ കിടത്തി. ഒരാഴ്ചയായി ഞാനിവിടെ കിടക്കുന്നു. മിസ്റ്റർ ഹോംസ് ബോധമില്ലാതെ ജ്വരം മൂർച്ഛിച്ച് പലതും പുലമ്പിക്കൊണ്ട്. ഡോക്ടറുടെ ശുശ്രൂഷയും ഈ നിൽക്കുന്ന മിസ് ഹാരിസന്റെ പരിചരണവും ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും എനിക്ക് താങ്കളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. വാച്ച്മാനെയും ഭാര്യയെയും എല്ലാവിധത്തിലും ചോദ്യം ചെയ്തു. ഒരു തെളിവും കിട്ടിയില്ല. പോലീസിന് സംശയം അന്ന് രാത്രി ഓഫീസിൽ ഓവർ ടൈം ജോലി ചെയ്ത ഗോറട്ടിൻ്റെ മേലായി. അയാളിൽ സംശയാസ്പദമായി ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവസാനത്തെ ആശാകേന്ദ്രമായിട്ടാണ് ഞാൻ താങ്കളെ വരുത്തിയത്. മിസ്റ്റർ ഹോംസ്, താങ്കൾ പരാജയപ്പെട്ടാൽ എൻ്റെ മാനവും സ്ഥാനവും എന്നേക്കുമായി നഷ്ടമായത് തന്നെ. ഇത്രയും പറഞ്ഞ് ക്ഷീണിച്ച രോഗി തലയിണയിൽ ചാരിക്കിടന്നു. നേഴ്സ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് മരുന്ന് ഒഴിച്ചു കൊടുത്തു. ഹോംസ് കണ്ണുകളടച്ചു. തല ചായ്ച്ച് ചാരിയിരുന്നു. നിങ്ങൾ എല്ലാം വ്യക്തമായി പറഞ്ഞു. അവസാനം ഹോംസ് മൗനം ഭഞ്ജിച്ചു. പ്രധാനപ്പെട്ട ഒരു സംശയം മാത്രം. ആ ജോലി ചെയ്യാൻ പോകുന്ന വിവരം നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ? ആരോടും പറഞ്ഞില്ല. വാച്ച്മാനെ പറ്റി എന്തറിയാം? അയാളൊരു പഴയ പട്ടാളക്കാരനാണെന്ന് മാത്രം അറിയാം. നന്ദി. കൂടുതൽ വിവരങ്ങൾ ഫോർബസിൽ നിന്നും ഞാൻ മനസ്സിലാക്കാം. അധികാരികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വിദഗ്ധരാണ്. അവയുടെ പ്രയോഗത്തിൽ മാത്രമാണ് പാളിപ്പോകുന്നത്. ഹോംസ് പുറത്തെ പ്രകൃതി ഭംഗി നുകർന്നുകൊണ്ട് നിന്നു. സ്വപ്നാടത്തിലെന്ന പോലെ നിന്ന ഹോംസിനോട് യുവതി ചോദിച്ചു, ഈ രഹസ്യം അനാവരണം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ സ്വരം പരുക്ഷമായിരുന്നു. ഹോംസ് ഞെട്ടി. പെട്ടെന്ന് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു. ഈ കേസ് ദുർഗ്രഹവും കുഴഞ്ഞത് ആണെന്ന് എനിക്കറിയാം. അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാലും ഞാനിത് പരിഗണിക്കാമെന്നും എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാമെന്നും ഉറപ്പു തരുന്നു. താങ്കളെ വീണ്ടും കാണുന്നതുവരെ എൻ്റെ രോഗം ഭേദമാവുകയില്ല. ആ നയതന്ത്ര പ്രതിനിധി വിലപിച്ചു. ശരി, നാളെ ഇതേ ട്രെയിനിൽ ഞാൻ വരാമെന്ന് സമ്മതിച്ചതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മിസ്റ്റർ ജോസഫ് ഹാരിസൺ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടു ചെന്നാക്കി.
പോർട്സ്മിത്തിലേക്കുള്ള തീവണ്ടിയിൽ ഗാഠമായ ചിന്തയിൽ മുഴുകിയിരുന്നു ഹോംസ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, പാപം, നടുക്കടലിലാണ്, കരകയറ്റാൻ നമുക്ക് കഴിയുമോ എന്തോ. മിസ് ഹാരിസനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്ഥിരചിത്തയായ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അതെ, നോർത്തംബർലാൻഡിലെ ഒരു ഉരുക്ക് വ്യവസായിയുടെ മക്കളാണ് അവളും അവളുടെ സഹോദരനും. കഴിഞ്ഞ മഞ്ഞുകാലത്ത് യാത്രക്കിടയിലാണ് അയാൾ അവളെ പരിചയപ്പെട്ടത്. സഹോദരൻ്റെ അകമ്പടിയോടെ പ്രതിശ്രുതവരൻ്റെ ബന്ധുക്കളെ പരിചയപ്പെടാനാണ് അവൾ വന്നത്. അപ്പോഴാണ് ഈ ദുർഘടം. പിന്നെ കാമുകനെ ശുശ്രൂഷിക്കാനായി ഇവിടെ കഴിയുന്നു. താമസം സുഖകരമായതുകൊണ്ട് അവളുടെ സഹോദരനും ഇവിടെ തന്നെ പറ്റിക്കൂടി. ഞാൻ സ്വന്തമായി ചില അന്വേഷണങ്ങൾ നടത്തുകയായിരുന്നു. ഇന്നിനി അന്വേഷണങ്ങളുടെ ദിവസമാണ്, ഹോംസ് തുടർന്നു. നമുക്കൊരുമിച്ച് അന്വേഷണം തുടരാം. ഫോർബസിൻ്റെ സന്ദർശനമാവട്ടെ ആദ്യം. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ അയാളിൽ നിന്നും കിട്ടും. അത് കേൾക്കുമ്പോൾ ഏത് വശത്തു കൂടിയാണ് കേസിനെ സമീപിക്കേണ്ടതെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താനാവും. പിന്നെ ഹോൾഡേഴ്സ് പ്രഭുവിനെയും നമുക്ക് കാണണം. ചിലപ്പോൾ പ്രയോജനമുണ്ടാകും. അന്വേഷണത്തിൻ്റെ ഭാഗമായി വോക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് ലണ്ടനിലെ എല്ലാ സായാഹ്ന ദിനപത്രങ്ങളിലും ഒരു പരസ്യം കൊടുക്കാൻ കമ്പി അടിച്ചിട്ടുണ്ട്, ഹോംസ് പറഞ്ഞു. നോട്ട് ബുക്കിൽ നിന്ന് കീറിയെടുത്ത ഒരു കടലാസ് കഷ്ണം അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു. അതിൽ പെൻസിൽ കൊണ്ട് ഇങ്ങനെ കുറിച്ചിരുന്നു: 10 പവൻ സമ്മാനം. മെയ് 23 രാത്രി 9:45 ചാൾസ് സ്ട്രീറ്റിലെ വിദേശകാര്യാലയത്തിന് മുന്നിൽ ഒരു യാത്രക്കാരനെ കൊണ്ടിറക്കിയ കുതിരവണ്ടിയുടെ നമ്പർ അറിയിക്കുന്നവർക്ക് 221B ബേക്കർ സ്ട്രീറ്റിൽ അന്വേഷിക്കുക. കള്ളൻ വണ്ടിയിലാണ് വന്നതെന്ന് തീർച്ചയുണ്ടോ? ഞാൻ ചോദിച്ചു. അങ്ങനെയാവാൻ വഴിയുണ്ട്. പിന്നെ മണിയുടെ കാര്യം ഈ കേസിലെ മുഖ്യമായ സവിശേഷതയാണത്. എന്തിനാണ് അയാൾ മണിയടിച്ചത്? വെറും ശൗര്യപ്രകടനമാണോ? അതോ കള്ളനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റാരെങ്കിലും കുറ്റകൃത്യം തടയാൻ വേണ്ടി ചെയ്തതാണോ? അതല്ല ആകസ്മികമായി സംഭവിച്ചു പോയതോ? അതുമല്ലെങ്കിൽ? ഗാഠമായ ചിന്തയിൽ മുങ്ങി നിശബ്ദനായി ഹോംസ് ഇരുന്നു. അതിൽ നിന്ന് ഉണർന്നപ്പോൾ ഏതോ പുതിയ വെളിച്ചം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. തീവണ്ടി ലണ്ടനിലേക്ക് എത്തിയപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 20 ഹോട്ടലിൽ നിന്ന് ധൃതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് പോയി. ഹോംസ് നേരത്തെ തന്നെ ഫോർബസിന് കമ്പി അടിച്ചിരുന്നു. സൂത്രശാലിയായ ആ കുറുകിയ മനുഷ്യൻ നിശിതവും രൂക്ഷവുമായ മുഖഭാവത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. അയാളുടെ പെരുമാറ്റം കർക്കശമായിരുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ ദൗത്യം എന്താണെന്നറിഞ്ഞപ്പോൾ. ഹോംസ് ഫോർബസിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ 53 കേസുകളിൽ കേവലം 4 മാത്രമേ എൻ്റെ പേര് വെളിപ്പെട്ടിട്ടുള്ളൂ. 49 പോലീസാണ് ഖ്യാതി ഉണ്ടാക്കിയത്. നിങ്ങളുടെ ജോലിയിൽ പേരെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുക. എനിക്കെതിരായിട്ടല്ല വേണ്ടത്. ചില സൂചനകൾ കിട്ടിയാൽ എനിക്ക് സന്തോഷമായിരിക്കും. ഡിറ്റക്റ്റീവ് സ്വരം മാറി. ഈ കേസിൽ നിന്ന് എനിക്കിതുവരെ സൽപ്പേരൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? വാച്ച്മാൻ ടാങ്കെ പിന്തുടരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാൾ പട്ടാളത്ത് നിന്ന് നല്ല പേരോടുകൂടിയാണ് പിരിഞ്ഞു പോന്നിട്ടുള്ളത്. മറ്റ് ആരോപണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ അയാളുടെ ഭാര്യ ഒരു കൊള്ളരുതാത്തവളാണ്. അവൾക്ക് ഏതാണ്ടൊക്കെ അറിയാമെന്നാണ് എൻ്റെ ഊഹം. അവരെ പിന്തുടരുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു സ്ത്രീയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മിസ്സസ് ടാങ്കെ മദ്യപിക്കും. കുടിച്ച് മത്ത് പിടിച്ചിരുന്നപ്പോഴും അവളിൽ നിന്ന് ഒരു വിവരവും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് രാത്രി വീട്ടിലേക്ക് ധൃതിപ്പെട്ടു പോയത് എന്തിനാണെന്ന് ചോദിച്ചോ? പോലീസ് കോൺസ്റ്റബിൾ അത് കണ്ടതാണല്ലോ. പതിവിലും താമസിച്ചുകൊണ്ട് വീട്ടിലെത്താനുള്ള ധൃതിയിലായിരുന്നു. വീട്ടിലെത്തിയ ഉടൻ പിന്നിലെ അടുക്കളയിലേക്ക് ഓടിയത് എന്തിന്? എന്ത് സമാധാനം പറഞ്ഞു? കടക്കാർക്ക് കൊടുക്കാനുള്ള പണം അവിടെയാണ് വെച്ചിരുന്നതാണത്രേ. എല്ലാ ചോദ്യത്തിലും അവർക്ക് ഉത്തരമുണ്ട്. ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ അവിടെ ചുറ്റി നടന്നിരുന്ന ആരെങ്കിലും കാണുകയുണ്ടായോ എന്നന്വേഷിച്ചു.
കോൺസ്റ്റബിളിനെ അല്ലാതെ മറ്റാരെയും അവിടെ കണ്ടിട്ടില്ല. കൊള്ളാം, നിങ്ങൾ അവരെ ശരിക്കും ചോദ്യം ചെയ്തിരിക്കുന്നു. വേറെ എന്തെല്ലാം? ഗോറോട്ട് എന്ന ഗുമസ്തനെ ഇക്കഴിഞ്ഞ 9 ആഴ്ചകളായി പിന്തുടർന്നു പോരുന്നു. അയാൾക്കെതിരെയും തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വേറെ എന്തെങ്കിലും? ഇല്ല, സംശയാസ്പദമായ ഒന്നുമില്ല. അന്വേഷണം ഗതിപൊട്ടി നിൽക്കുകയാണ്. നന്ദി. മോഷ്ടാവിനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അറിയിക്കാം. പോകാം വാട്സൺ. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു. ക്യാബിനറ്റ് മന്ത്രിയും ഭാവി പ്രധാനമന്ത്രിയുമായ ഹോഡേഴ്സ് പ്രഭുവുമായി ഒരു അഭിമുഖ സംഭാഷണത്തിനാണ് നമ്മൾ പോകുന്നത്. പ്രഭു ഡൗണിംഗ് സ്ട്രീറ്റിലെ തൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മുകളിലേക്ക് ആനയിക്കപ്പെട്ടു. ആ രാജതന്ത്രജ്ഞൻ ഔപചാരികമായ വിനയത്തോടെ ഞങ്ങൾ സ്വീകരിച്ച് നെരിപ്പോടിൻ്റെ ഇരുവശങ്ങളിലായി ഇട്ടിരുന്ന വലിയ സെറ്റുകളിലിരുത്തി. മിസ്റ്റർ ഹോംസ്, താങ്കളുടെ പേര് എനിക്ക് സുപരിചിതമാണ്, അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്കളുടെ സന്ദർശനോദ്ദേശം അറിഞ്ഞുകൂടെന്ന് നടിക്കുന്നതും ശരിയല്ല. ആരുടെ താല്പര്യമനുസരിച്ചാണ് താങ്കൾ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ? മിസ്റ്റർ ഫിലിപ്സിൻ്റെ. ഭാഗ്യദോഷിയായ എൻ്റെ അനന്തരവൻ. ഈ സംഭവം അയാളുടെ ഭാവി വളരെ പ്രതികൂലമായി ബാധിക്കും. പക്ഷേ ആ രേഖ തിരിച്ചു കിട്ടിയാൽ എന്നാൽ കാര്യം വേറെ. ഈ മുറിക്കകത്ത് വെച്ചാണോ രേഖയുടെ പകർപ്പ് എടുക്കുന്നതിനെപ്പറ്റി താങ്കൾ നിർദ്ദേശം നൽകിയത്? അതെ. എന്നാൽ മറ്റാരും അത് കേട്ടിരിക്കാനിടയില്ല. ആ ചോദ്യം തന്നെ ഉദിക്കുന്നില്ല. ഉടമ്പടിയുടെ പകർപ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം അങ്ങ് മറ്റാരോടെങ്കിലും എപ്പോഴെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. താങ്കൾ ആരോടും പറഞ്ഞിട്ടില്ല? മിസ്റ്റർ ഫെൽപ്സ് ആരോടും പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ മുറിക്കകത്ത് കള്ളം പ്രവേശിച്ചത് അവിചാരിതമായിട്ടാകാം. അതവിടെ കണ്ടതുകൊണ്ട് എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിക്കാം. ആ രാജതന്ത്രജ്ഞൻ ചിരിച്ചു. ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഹോംസ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. ഞാൻ അങ്ങയോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ ഉടമ്പടിയുടെ വിശദവിവരം പുറത്തായാൽ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങ് ഭയപ്പെട്ടിരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ആ മുഖത്ത് ഒരു നിഴൽ വ്യാപിച്ചു. വളരെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞോ? ഇതുവരെയില്ല. ആ ഉടമ്പടി ഫ്രഞ്ച് അല്ലെങ്കിൽ റഷ്യൻ എംബസികളിൽ എത്തിച്ചേർന്നുവെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതേക്കുറിച്ച് അറിയുമോ? ഞാൻ അറിയും. മുഖം വക്രിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു. കുറച്ചുനാൾ കൂടി കാത്തിരുന്നാൽ ഇതിനെ വിലയില്ലാതാകും. ഏതാനും മാസം കൂടി കഴിയുമ്പോൾ ഉടമ്പടിയുടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഹോംസ് പറഞ്ഞു. കള്ളൻ ആരായിരുന്നാലും താങ്കളുടെ അന്വേഷണത്തിന് വിജയകരമായി ഭവിക്കുന്നതിന് ആശംസിക്കുന്നു. അദ്ദേഹം ശിരസ് നമിച്ച് ഞങ്ങളെ യാത്രയാക്കി. വളരെ നല്ല മനുഷ്യൻ. പുറത്തിറങ്ങിയപ്പോൾ ഹോംസ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം തൻ്റെ സ്ഥാനം നിലനിർത്താൻ വളരെ പാടുപെടുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വോക്കിങ്ങിലേക്ക് യാത്ര ചെയ്തു. പരസ്യത്തിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു. കേസിൻ്റെ കാര്യങ്ങളിൽ പുതിയ തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. ഞങ്ങളുടെ കക്ഷി ഇപ്പോൾ അല്പം കൂടി മെച്ചപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ കണ്ട് രോഗി പ്രയാസം കൂടാതെ എഴുന്നേറ്റ് സ്വാഗതമോദി. എന്ത് വർത്തമാനമുണ്ട്? അയാൾ ആകാംക്ഷയോട് തിരക്കി. ഞാൻ ഫോർബസിനെ കണ്ടു, നിങ്ങളുടെ അമ്മാവനെയും കണ്ടു. വേറെ 2 വഴിക്ക് അന്വേഷിച്ച് തുടരുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഫെൽപ്സ് കട്ടിലിൽ ഇരുന്നിട്ട് പറഞ്ഞു. ഇന്നലെ രാത്രി ഞങ്ങളൊരു സാഹസം കാണിച്ചു. അതല്പം ഗുരുതരാവസ്ഥയിലെത്തുമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഗൗരവഭാവം പൂണ്ടു. കണ്ണുകളിൽ ഭീതി നിഴലിച്ചു. ദയവായി ആ സംഭവത്തെക്കുറിച്ച് പറയൂ. ഇന്നലെ രാത്രി മുറിയിലൊരു വിളക്ക് കത്തിച്ച് വെച്ചിരുന്നു. വെളുപ്പിന് 2 മണിയോട് അടുപ്പിച്ച് ഞാൻ ഒന്ന് മയങ്ങി. ഒരു ചെറിയ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. ഒരെലിപ്പലക കരളുന്നത് പോലുള്ള ഒരു ശബ്ദം. പെട്ടെന്ന് ജനാലയിൽ ക്ലിക്ക് എന്നൊരു ശബ്ദം കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ട് എണീറ്റിരുന്നു. കൊളുത്ത് തള്ളി മാറ്റിയതാണ്. പിന്നാലെ ജനാലമെല്ലെ തുറക്കുന്ന ശബ്ദം. എനിക്ക് പിന്നെ ക്ഷമിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചാടി എണീറ്റ് ജനാല തള്ളി തുറന്നു.
അപ്പുറത്ത് ഒരാൾ പതുങ്ങിയിരിക്കുന്നു. എനിക്ക് അയാളെ ശരിക്ക് കാണാനൊത്തില്ല. അയാൾ ഓടി മറിഞ്ഞു കളഞ്ഞു. ഒരു കാര്യം തീർച്ചയാണ്, അയാളുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നല്ലോ, ഹോംസ് പറഞ്ഞു. നിങ്ങൾ അപ്പോഴെന്ത് ചെയ്തു? ഞാൻ മണിയടിച്ച് മറ്റുള്ളവരെ ഉണർത്താൻ ശ്രമിച്ചു. ഞാൻ ഉറക്കെ വിളിച്ചത് കേട്ട് ജോസഫ് ഓടി വന്നു. അയാൾ മറ്റുള്ളവരെ വിളിച്ചുണർത്തി. അവർ ജനൽപ്പടിയിൽ കാലടയാളങ്ങൾ കണ്ടെങ്കിലും വരണ്ട കാലാവസ്ഥയിൽ പുൽത്തകടിയിൽ അടയാളങ്ങൾ കാണാൻ പ്രയാസമായിരുന്നു. റോഡിന് സമീപം തടികൊണ്ടുള്ള വേലിയുടെ ഒരു ഭാഗം പൊട്ടിക്കിടന്നെന്നും അതിലെ ആരോ ചാടിപ്പോയ ലക്ഷണങ്ങൾ ഉണ്ടെന്നും അവർ പറഞ്ഞു. ഞാൻ പോലീസിൽ അറിയിച്ചില്ല. അതിനു മുമ്പ് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാമെന്ന് കരുതി. നിങ്ങളെ നേരിട്ടിരുന്ന ആപത്ത് ഒഴിഞ്ഞെന്ന് തോന്നുന്നു, ഹോംസ് പറഞ്ഞു. വീടിന് ചുറ്റും നടക്കാനാവുമോ? ഓഹോ, ജോസഫ് കൂടി വരും. ഞങ്ങൾ 4 പേര് ഒന്നിച്ച് പുറത്തിറങ്ങി. പുൽത്തകടി ചുറ്റി ഫെൽപ്സിൻ്റെ മുറിയുടെ ജനാലയ്ക്ക് പുറത്തെത്തി. അവിടെ ആരോ ചവിട്ടിയ അടയാളമുണ്ടായിരുന്നു. പക്ഷെ തീരെ അവ്യക്തമായിരുന്നു അത്. നമുക്ക് വീടൊന്ന് ചുറ്റി നടന്നു കാണാം. ഈ മുറി തന്നെ മോഷ്ടാവിൻ്റെ ലക്ഷ്യമാകാൻ കാരണം എന്താണെന്ന് നോക്കാം. സന്ദർശന മുറിയിലും ഊണുമുറിയിലുമൊക്കെ കുറേ കൂടി വലിയ ജനാലകളുണ്ടല്ലോ, ഹോംസ് പറഞ്ഞു. അവിടം റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം, ജോസഫ് ഹാരിസൺ പറഞ്ഞു. ഓ, അത് ശരി. ഇതാ ഒരു വാതിൽ. ഇത് തുറക്കാമായിരുന്നല്ലോ. ഇതെവിടേക്കുള്ളതാണ്? കച്ചവടക്കാർക്ക് മറ്റും വരാനുള്ള വഴിയാണ്. രാത്രി പൂട്ടിയിടും. കള്ളന്മാരെ ആകർഷിക്കാത്ത വണ്ണം വിലപിടിച്ച വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ടോ? വിലയുള്ളതൊന്നുമില്ല. ഹോംസ് അവിടെയൊക്കെ ചുറ്റി നടന്നു. എന്നിട്ട് ജോസഫിനോട് പറഞ്ഞു, അതിരിക്കട്ടെ, കള്ളൻ വേലിയിൽ ചാടിക്കയറിയ സ്ഥലം നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. ആ യുവാവ് വേലിയിൽ മുകളിലത്തെ മരക്കഷ്ണം ഒടുങ്ങിപ്പോയിരുന്ന സ്ഥലം കാണിച്ചു തന്നു. ഒരു ചെറിയ കഷ്ണം തൂങ്ങിക്കിടന്നിരുന്നു. ഇതിലെ ആരും ചാടിപ്പോയ ലക്ഷണം കാണുന്നില്ല. നമുക്ക് മുറിയിൽ പോയിരുന്ന് സംസാരിക്കാം. ഹോംസ് പുൽത്തകടി മുറിച്ചു കടന്ന് മുമ്പേ ചെന്നു. മറ്റുള്ളവർ നടന്നെത്തുന്നതിന് മുമ്പേ ഞങ്ങൾ വേഗം ബെഡ്റൂമിൻ്റെ ജനലിനടുത്തെത്തി. മിസ് ഹാരിസൺ, ഹോംസ് ഗൗരവസ്ഫുരിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, പകൽ മുഴുവൻ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഒന്നുകൊണ്ടും ഇവിടെ നിന്നും പുറത്തിറങ്ങരുത്. ഇത് വളരെ പ്രധാനമാണ്. താങ്കൾ അങ്ങനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ മിസ്റ്റർ ഹോംസ്, ഞാൻ അനുസരിക്കാം, ആ പെൺകുട്ടി ആശ്ചര്യത്തോടെ പറഞ്ഞു. ഉറങ്ങാൻ പോകുമ്പോൾ മുറി അടച്ചുപൂട്ടി താക്കോൽ കയ്യിൽ വെച്ച് കൊള്ളണം. പേഴ്സി, അദ്ദേഹം ഞങ്ങളോടൊപ്പം ലണ്ടനിലേക്ക് വരുന്നു. ഞാനിവിടെ കഴിയണമെന്നാണോ? ഇത് അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ്. വേഗം സമ്മതിക്കൂ. മറ്റു 2 പേരും വരുന്നത് കണ്ട് അവർ വേഗം തലകുലുക്കി സമ്മതം പ്രകടമാക്കി. ഇനി എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? നമ്മുടെ കക്ഷി ഹോംസിനോട് ചോദിച്ചു. നിങ്ങൾ ഞങ്ങളോടൊപ്പം ലണ്ടനിലേക്ക് ഒരു യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ ഉപകാരമായി. എന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ വരാം. എനിക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് തോന്നുന്നു, ഹോംസ് തുടർന്നു. എൻ്റെ സുഹൃത്ത് വാട്സൺ ഡോക്ടറാണെന്ന് അറിയാമല്ലോ. അദ്ദേഹം നിങ്ങളെ നോക്കിക്കൊള്ളും. നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ നമുക്കിവിടെ നിന്നും ആഹാരം കഴിഞ്ഞ് 3 പേർക്ക് ഒന്നിച്ച് പുറപ്പെടാം. ഫെൽപ്സ് ഞങ്ങളോടൊപ്പം ഭക്ഷണമുറിയിൽ ഇരുന്ന് തന്നെ ആഹാരം കഴിച്ചു. സ്റ്റേഷനിലെത്തി. എല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ ഹോംസ് താൻ വോക്കിങ്ങിൽ തന്നെ തങ്ങാൻ പോകുന്നുവെന്ന് ശാന്തനെ പ്രഖ്യാപിച്ചത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വരുന്നതിന് മുമ്പ് 1-2 ചെറിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. വാട്സൺ ഒരു ഉപകാരം ചെയ്യണം. ലണ്ടനിലെത്തിയാൽ നേരെ ബേക്കർ സ്ട്രീറ്റിലേക്ക് പോകണം. ഞാൻ വരുന്നതുവരെ ഫെൽപ്സിനോടൊപ്പം ഉണ്ടായിരിക്കാം. മിസ്റ്റർ ഫെൽപ്സ്, ആ ഒഴിഞ്ഞ കിടപ്പുമുറി ഉപയോഗിക്കട്ടെ. രാവിലെ പ്രഭാത ഭക്ഷണ സമയത്ത് ഞാൻ നിങ്ങളോടൊപ്പം എത്തും. 8 മണിക്ക് വാട്ടർലൂവിൽ എത്തുന്ന ഒരു ട്രെയിനുണ്ട്. നാളെ രാത്രി ഞാൻ ബ്രയാർബിലേക്ക് മടങ്ങുമെന്ന് അവിടെ പറഞ്ഞേക്കൂ. വണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇളകി തുടങ്ങിയപ്പോൾ ഫെൽപ്സ് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ വെച്ച് ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് തൃപ്തികരമായ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി നടന്ന മോഷണ ശ്രമങ്ങളെക്കുറിച്ച് കൂടുതൽ തെളിവ് കിട്ടുമോ എന്ന് അന്വേഷിക്കാനായിരിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു. എന്നാൽ ഹോംസ്,
ബ്രയാർബറിലേക്ക് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഹോംസിന് ദീർഘനാളത്തെ പരിചയമുണ്ട്. ശരിയായ കാരണമില്ലാതെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഞങ്ങളുടെ സംഭാഷണം മറ്റു വിഷയങ്ങളിലേക്ക് വഴുതി വീണു. നിങ്ങൾക്ക് ഹോംസിൽ പൂർണ്ണ വിശ്വാസമുണ്ടോ? അയാൾ ചോദിച്ചു. അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ യാതൊരു തെളിവുമില്ലാത്ത കേസുകൾക്ക് അദ്ദേഹം തുമ്പുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. കാര്യമില്ല സുഹൃത്തെ, ദയവായി കിടന്നുറങ്ങൂ. ക്ഷീണമകറ്റി രാവിലെ വരാനുള്ളതിനെ പ്രതീക്ഷിച്ചിരിക്കാം. വളരെ പ്രയാസപ്പെട്ട് ഞാൻ എൻ്റെ ചങ്ങാതിയെ ഉറക്കത്തിലേക്ക് അയച്ചു. എങ്കിലും ആ പ്രക്ഷുബ്ധാവസ്ഥയിൽ അയാൾക്കുറക്കം വരികയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഉറങ്ങാതെ കിടന്നു. 7 മണിക്ക് ഞാൻ ഉണർന്നു. നേരെ ഫെൽപ്സിൻ്റെ മുറിയിലേക്ക് ചെന്നു. ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം ക്ഷീണിച്ചു തളർന്ന ഫെൽപ്സ് ഹോംസ് എത്തിയോ എന്ന് ആണ് ആദ്യം ചോദിച്ചത്. 8 മണി കഴിഞ്ഞയുടൻ ഒരു കുതിരവണ്ടി വാതിൽക്കൽ വന്നു നിന്നു. എൻ്റെ സ്നേഹിതൻ അതിൽ നിന്നിറങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാൻഡേജ് ഇട്ടിരുന്നതായും മുഖം വിളറി വളരെ ഗൗരവഭാവത്തിലിരുന്നതായും ഞാൻ ജനലിൽ കൂടി കണ്ടു. ഹോംസ്, നിങ്ങൾക്ക് മുറിവ് പറ്റിയോ? അദ്ദേഹം മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു. സാരമില്ല, ഒരു ചെറിയ പോറൽ. എൻ്റെ സൂക്ഷ്മക്കുറവ് കൊണ്ട് പറ്റിയതാണ്. വിശദമായി സംസാരിക്കുന്നത് പ്രാതലിലുള്ള സമയമായിരുന്നു. മിസ്സിസ് ഹഡ്സൺ ചായയും കാപ്പിയും കൊണ്ടുവന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞ് അവർ പൊതിഞ്ഞു മൂടിയ 3 പ്ലേറ്റ് ഹാജരാക്കി. തൻ്റെ പ്ലേറ്റിൽ കോഴിയിറച്ചിക്കറി കണ്ട് ഹോംസ് പറഞ്ഞു, മിസ്സിസ് ഹഡ്സൺ, സന്ദർഭത്തിന് ഒത്തുയരുന്നുണ്ട്. വാട്സൻ്റെ പ്ലേറ്റിൽ എന്താണ്? മുട്ടയും ഇറച്ചിയും. ഞാൻ പറഞ്ഞു. കൊള്ളാം. മിസ്റ്റർ ഫെൽപ്സൺ എന്താണ് വേണ്ടത്? നന്ദി, എനിക്ക് വിശപ്പില്ല. സാരമില്ല, ഈ പ്ലേറ്റിലുള്ളത് കഴിക്കൂ. ഫെൽപ്സ് പാത്രത്തിൻ്റെ മൂടി തുറന്നു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു പോയി. ആ പാത്രത്തിൽ ചാരനിറത്തിലുള്ള ഒരു കടലാസ് ചുരുളാണ് ഉണ്ടായിരുന്നത്. അയാൾ അതെടുത്ത് ആർത്തിയോടെ നോക്കി. പെട്ടെന്ന് ഭ്രാന്തനെ പോലെ അതിനെ മാറോടടക്കി പിടിച്ച് മുറിയിൽ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അല്പം കഴിഞ്ഞ് വാടിത്തിളന്ന് ചാരുകസേരയിൽ വീണു. മുതിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, ശാന്തനാകൂ, ഇങ്ങനെ തുള്ളിച്ചാടിയാലോ? ഫെൽപ്സ് ഹോംസിൻ്റെ കൈകടന്ന് പിടിച്ച് ചുംബിച്ചു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. താങ്കളെൻ്റെ മാനം രക്ഷിച്ചു. തൻ്റെ കോട്ടിൻ്റെ ഉള്ളിൽ കീശയിലേക്ക് ഫെൽപ്സ് ആ ഉടമ്പടി തള്ളി വെച്ചിട്ട് പറഞ്ഞു, ഇതെവിടെയായിരുന്നെന്നും എങ്ങനെയാണ് കിട്ടിയതെന്നും അറിയാൻ എന്തെന്നില്ലാത്ത ആകാംക്ഷയുണ്ട്. ഷെർലക് ഹോംസ് ഒരു കപ്പ് കാപ്പി കുടിച്ചു. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ എന്ത് ചെയ്തെന്ന് പറയാം, എങ്ങനെയാണ് ചെയ്തതെന്ന് പിന്നീടും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റിപ്ലേ എന്ന് പേരുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഞാൻ നടന്നു. അവിടെ ഒരു ഹോട്ടലിൽ നിന്നും ചായ കുടിച്ചു. എൻ്റെ ഫ്ലാസ്കിൽ കുറേ കരുതാനും മറന്നില്ല. കുറച്ച് റൊട്ടി പൊതിങ്ങി പോക്കറ്റ് നിക്ഷേപിച്ചിരുന്നു. പകൽ മുഴുവൻ ഞാൻ അവിടെ കഴിച്ചുകൂട്ടി. പിന്നീട് വീണ്ടും വാക്കിങ്ങിലേക്ക് പുറപ്പെട്ടു. സൂര്യാസ്തമയത്തോടെ ബ്രയാർബറയിലേക്കുള്ള അതിനു മുമ്പിലുള്ള റോഡിലെത്തി. റോഡിൽ ആൾത്തിരക്ക് ഒഴിയുന്നതുവരെ ഞാൻ കാത്തിരുന്നു. എന്നിട്ട് വേലി ചാടി ഞാൻ പുരയിടത്തിൽ പ്രവേശിച്ചു. 3 ദേവദാരു വൃക്ഷങ്ങൾ നിൽക്കുന്നില്ലേ? അതിൻ്റെ മറവിൽ കൂടി ഇഴങ്ങിഴങ്ങി നിങ്ങളുടെ കിടക്കുമുറിയുടെ ജനാലയ്ക്ക് പുറത്തെത്തി. അവിടെ പതുങ്ങിയിരുന്നു. ജനാല അടച്ചിരുന്നില്ല. മിസ് ഹാരിസൺ മേശയ്ക്കരികിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. 10:15 അവർ പുസ്തകം അടച്ചു. ജനാലകൾ പൂട്ടിയ ശേഷം അവർ പോയി. വാതിൽ അടയ്ക്കുന്നതും പൂട്ടിൽ താക്കോൽ കറക്കുന്നതും ഞാൻ കേട്ടു. വീട്ടിലെ വിളക്കുകൾ അണഞ്ഞു. ഞാൻ പുറത്ത് ചെടിപ്പടർപ്പിനിടയിൽ പതുങ്ങിയിരുന്നു. അതൊരു നല്ല രാത്രിയായിരുന്നു. എങ്കിലും മടുപ്പിക്കുന്ന കാത്തിരിപ്പ്. 15 മിനിറ്റിലൊരിക്കൽ വോക്കിങ്ങിലെ പള്ളിയിൽ നിന്ന് മണി മുഴങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒടുവിൽ വെളുപ്പിന് 2 മണിയോടടുത്ത് സമയം. കൊളുത്ത് തള്ളി മാറ്റുന്നതിൻ്റെയും താക്കോൽ തിരിക്കുന്നതിൻ്റെയും ശബ്ദം ഞാൻ കേട്ടു. അടുത്ത നിമിഷം ഭൃത്യന്മാരുടെ മുറി തുറന്ന് ജോസഫ് ഹാരിസൺ മുറ്റത്തെ നിലാവിൽ ഇറങ്ങി വന്നു. ജോസഫ്? ഫെൽപ്സ് അത്ഭുതപ്പെട്ടു. അയാൾ കറുത്ത കോട്ട് പുതച്ചിരുന്നു.
ചുമരിനോട് ചേർന്ന് നിഴൽ പറ്റി പതുങ്ങി പതുങ്ങി അയാൾ നടന്നു. ജനലിനെ അടുത്തെത്തിയപ്പോൾ നീണ്ട കത്തി കൊണ്ട് ജനാലയുടെ കൊളുത്തകറ്റി പാളികൾ തുറന്നു. എനിക്ക് അയാളുടെ ഓരോ ചലനവും വ്യക്തമായി കാണാമായിരുന്നു. അവിടെയുണ്ടായിരുന്ന 2 മെഴുകുതിരികളും അയാൾ കത്തിച്ചു. വാതിലിനടുത്ത് നിലത്ത് വിരിച്ചിരുന്ന പരവതാനിയുടെ ഒരറ്റം പൊക്കി അവിടെ ഉറപ്പിച്ചിരുന്ന ഒരു പലക ഇളക്കിയെടുത്തു. അവിടെ ഒളിച്ചു വെച്ചിരുന്ന കടലാസുരുൾ അയാൾ പുറത്തെടുത്തു. പലക യഥാസ്ഥാനത്ത് വെച്ച് പരവതാനി നേരെയാക്കി. മെഴുകുതിരി അണച്ചിട്ട് ജനാലയ്ക്ക് പുറത്ത് നേരെ എൻ്റെ മുമ്പിൽ വന്ന് ചാടി. ഞാൻ അയാളെ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ കരുതിയതിനേക്കാൾ ക്രൂരനാണ്. എൻ്റെ നേരെ കത്തിയുമായി അയാൾ ചാടി വീണു. യുദ്ധം കഴിഞ്ഞപ്പോൾ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം കടലാസ് എൻ്റെ കയ്യിൽ തരേണ്ടി വന്നു. ഞാൻ അയാളെ പോകാൻ അനുവദിച്ചു. ഇന്ന് രാവിലെ തന്നെ ഫോർബസിനെ കമ്പി അടിച്ചിട്ടുണ്ട്. പുള്ളിയെ അയാൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ നല്ലത്. ദൈവമേ, കഴിഞ്ഞ 10 ആഴ്ചക്കാലം ഞാൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ പേപ്പർ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ കക്ഷി അത്ഭുതപ്പെട്ട് വാ പിളർന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജോസഫ് കള്ളൻ, ദുഷ്ടൻ. അയാൾ പുറമെ കാണുന്ന പോലെയല്ല, വലിയ അപകടകാരിയാണ്. ധനസമ്പാദനത്തിനായി ഏത് കുമാർഗവും സ്വീകരിക്കാൻ അയാൾക്ക് മടിയില്ല. തികഞ്ഞ സ്വാർത്ഥൻ. ഒരു സന്ദർഭം കിട്ടിയപ്പോൾ സഹോദരിയുടെ സന്തോഷമോ നിങ്ങളുടെ സൽപ്പേരോ അയാൾ പ്രശ്നമാക്കിയില്ല. പേഴ്സി ഫെൽപ്സ് കസേരയിൽ മലർന്നു കിടന്നു. താങ്കൾ പറഞ്ഞത് കേട്ട് എൻ്റെ തല കറങ്ങുന്നു. ഹോംസ് തുടർന്നു. രോഗിയായി ഡോക്ടറോടൊപ്പം നിങ്ങൾ വീട്ടിലെത്തിയ ഉടൻ ജോസഫിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ മുറിയിൽ ജോസഫിന് ഇല്ലാത്ത മറ്റാർക്കും എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. മുറിക്കകത്ത് ആരോ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് തീർച്ചയായി കള്ളൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിവ് ഉള്ളവനായിരിക്കുമെന്ന്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം കേസിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ഇവയാണ്. ജോസഫ് ഹാരിസൺ സ്റ്റാൾ സ്ട്രീറ്റിലെ വാതിൽ വഴി നിങ്ങളുടെ ഓഫീസിൽ പ്രവേശിച്ചു. വഴി അറിയാമായിരുന്നതുകൊണ്ട് നേരെ നിങ്ങളുടെ മുറിയിലേക്ക് വന്നു. നിങ്ങൾ താഴെ വാച്ച്മാൻ്റെ മുറിയിലായിരുന്നു. ആരെയും കാണാത്തത് കൊണ്ട് അയാൾ മണിയടിച്ചു. അപ്പോഴാണ് മേശപ്പുറത്ത് കിടന്ന പേപ്പർ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ അതൊരു വിലപ്പെട്ട സുപ്രധാനമായ രേഖയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അതെടുത്ത് പോക്കറ്റ് തിരുകി സ്ഥലം അയാൾ വിട്ടു. ആദ്യത്തെ തീവണ്ടിക്ക് അയാൾ ലണ്ടനിലേക്ക് പോയി. കൊള്ള മുതൽ വിലപിടിച്ചതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് സുരക്ഷിതമെന്ന് തോന്നിയ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചു. 1-2 ദിവസം കഴിഞ്ഞ് ഫ്രഞ്ച് എംബസിയിലേക്കോ അതുപോലെ വലിയ വില കിട്ടാവുന്ന മറ്റിടങ്ങളിലേക്കോ കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോഴാണ് നിങ്ങളുടെ ആഗമനം ഉണ്ടായത്. മുന്നറിയിപ്പ് കൂടാതെ അയാളെ മുറിക്ക് പുറത്താക്കി. ആ നിമിഷം മുതൽ നിങ്ങൾ 2 പേരും എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് തൻ്റെ നിധി വീണ്ടെടുക്കാൻ അയാൾക്ക് അവസരം ലഭിച്ചില്ല. അവസാനം ഒരവസരം കിട്ടിയപ്പോൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഉണർന്നതുകൊണ്ട് പണി പറ്റിയില്ല. അടുത്ത അവസരത്തിൽ തന്നെ അയാൾ തൻ്റെ ശ്രമം ആവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങൾ മുറിക്ക് പുറത്തിറങ്ങിയത് അത്തരമൊരു അവസരം സൃഷ്ടിച്ചു. അതാണ് പകൽ മുഴുവൻ മിസ് ഹാരിസണോട് മുറിക്ക് പുറത്ത് ഇറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് രംഗം വിജനമാണെന്ന് അയാളെ ധരിപ്പിച്ചിട്ട് ഞാൻ മറങ്ങി കാവലിരിക്കുകയായിരുന്നു. അയാളുടെ കൈകൊണ്ട് തന്നെ അത് പുറത്തെടുക്കട്ടെ എന്ന് കരുതി. ഇനി വല്ല സംശയമുണ്ടോ? ആദ്യത്തെ പ്രാവശ്യം വാതിൽ കൂടി വരാതെ എന്തിനാണ് അയാൾ ജനാല തുറക്കാൻ ശ്രമിച്ചത്? ഞാൻ ചോദിച്ചു. വാതിൽക്കൽ എത്തണമെങ്കിൽ 7 മുറികൾ കടന്നു വേണം വരാൻ. പുൽത്തകടി വഴി എളുപ്പം പ്രവേശിക്കാം. ഹോംസ് വാട്സന്റെ ചോദ്യത്തിന് മറുപടി നൽകി. നിഗൂഢത സൃഷ്ടിച്ച ഒരു കേസിനെ കൂടി. അങ്ങനെ ഹോംസ് തുമ്പുണ്ടാക്കി. തുടരും.